ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ CSEB പരീക്ഷയുടെ ഡേറ്റ് വന്നു അല്ലെ? പുതിയ എക്സാം തീയതി പ്രഖ്യാപിച്ചു. ഇനി നമ്മുടെ കയ്യിലുള്ള ഈ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് മൊത്തം സിലബസും പഠിച്ചെടുക്കണം. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ 45 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. CSEB പരീക്ഷ എക്സാം ഓഗസ്റ്റിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓഗസ്റ്റ് 25-നാണ്. അപ്പോൾ ഇതിനു മുൻപ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്, GK എന്ന് പറയുന്നത്. 20 ക്വസ്റ്റ്യൻസ് ആണ് എങ്കിലും നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു ടോപ്പിക്ക് നോക്കി തീർത്തു കഴിഞ്ഞാൽ അത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അങ്ങനെ നമുക്ക് തീരുമാനിക്കാം അല്ലെ? അവിടെ നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസ് ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തും വരുന്നുണ്ട്. അതായത് അതേ ടോപ്പിക്കുകൾ, പ്രധാനമായിട്ടും ഈ ഭരണഘടന പോലെയുള്ള ടോപ്പിക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. CSEBയുടെ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ തന്റെ പൗരത്വം നഷ്ടപ്പെടാം? അപ്പോ നമുക്കറിയാം, ഇന്ത്യയില് ഏക പൗരത്വം അല്ലെ, ഏക പൗരത്വം എന്ന് പറയുന്ന സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അപ്പൊ പൗരത്വം, ഏക പൗരത്വം എന്ന് പറയുന്ന സമ്പ്രദായം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇതാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അപ്പോ ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നേടിയെടുക്കുന്ന വഴികളും അതുപോലെ ഇത് നഷ്ടപ്പെടുന്ന വഴികളെയും കുറിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. പാർട്ട് 2-ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഈ സിറ്റിസൺഷിപ്പിനെ, പൗരത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ഇന്ത്യൻ പൗരന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടണമെങ്കിൽ 5 തരം വഴികളുണ്ട്. 5 തരം വഴികൾ. ഏതൊക്കെ വഴികളിലൂടെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടുക എന്ന് അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാനും കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? അവ ഏതൊക്കെയാണെന്ന് 3 എണ്ണമാണ് അവിടെ പറയുന്നത്. അത് ഏത് ഭാഗത്താണ് പറയുന്നത്? പാർട്ട് 2 പറയുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഡിസ്കസ് ചെയ്യുന്നത് ഏതിനെ കുറിച്ചിട്ടാണ്? സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട പോയിന്റുകൾ പറഞ്ഞു. പൗരത്വം നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ദെൻ പാർട്ട് 2-ലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. ഒരു വ്യക്തിക്ക് എന്താണ് 5 തരത്തില് ഇന്ത്യൻ പൗരത്വം നേടാമെന്നും അല്ലെങ്കിൽ ലഭിക്കാമെന്നും 3 തരത്തില് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു പോകാമെന്നും പറയുന്നുണ്ട്. അത് ഈ ഒരു പാർട്ടില് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത്. പിന്നെ റീസെന്റ് ആയിട്ട് പൗരത്വ ഭേദഗതി ബില്ല്, 1955 വന്ന പൗരത്വ ഭേദഗതി ബില്ലുണ്ട്. അതുപോലെ തന്നെ പൗരത്വത്തിന്റെ കാര്യം ഭേദഗതി ചെയ്ത് ഏകദേശം 6 പ്രാവശ്യത്തോളം പൗരത്വം മാറി മാറി, അതായത് അതില് ആഡ് ഓൺ ചെയ്ത് ഭേദഗതി ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങള്. അവിടെ നോക്കിയേ, അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. തന്റെ പൗരത്വം നഷ്ടപ്പെടുന്ന രീതികള് ഏതൊക്കെയാണ്? എത്ര തരത്തിലാണ്? 3 തരത്തിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പൗരത്വത്തെ കുറിച്ചുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശം ആർക്കാണ്? അതായത് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ഒരു വ്യക്തിയുടെ പൗരത്വം ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. മനസ്സിലായോ? അങ്ങനെ ടെർമിനേറ്റ് ചെയ്യുക, അതായത് നിർത്തലാക്കുക അല്ലെങ്കിൽ റദ്ദ് ചെയ്യുക, അത് അവർക്ക് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള അവകാശം ആർക്കാണ് ഉള്ളത്? അത് സർക്കാരിനാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് തീരുമാനിക്കണം. അത് മനസ്സിലായോ? അതല്ലാതെ രാഷ്ട്രപതിക്ക് തന്നെ എടുക്കുന്ന തീരുമാനം ഒന്നുമല്ല, അത് പാർലമെന്റിന്റെ തീരുമാനത്തിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്തു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് പ്രധാനമന്ത്രിക്ക്, രാഷ്ട്രപതിക്ക്, ലോക്സഭാ സ്പീക്കർക്ക്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്. അപ്പൊ എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യങ്ങളൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? ആ സമയത്ത് മൗലികാവകാശങ്ങളെല്ലാം തന്നെ റദ്ദു ചെയ്യപ്പെടും. ഏതൊഴികെ? ആർട്ടിക്കിൾ 20-ഉം
21 ഒഴികെ. ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, അല്ലെ? അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അത് റദ്ദ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആർട്ടിക്കിൾ 20 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 20 കുറ്റം ചുമത്തുന്നത് അല്ലെങ്കിൽ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കരുത്. അതുപോലെ തന്നെ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ മുൻകാല പ്രാബല്യത്തോടുകൂടി ശിക്ഷ നടപ്പിലാക്കരുത്. പിന്നെ ഒരു വ്യക്തിയെ അവർക്കെതിരെ തെളിവായിട്ട് അവരെ തന്നെ ഹാജരാക്കരുത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, കുറ്റം ചുമത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എവിടെ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 20 പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും റദ്ദ് ചെയ്യാൻ പറ്റില്ല. ആർട്ടിക്കിൾ 20, 21 ഏത് സമയത്ത്? എമർജൻസി സമയത്ത് റദ്ദ് ചെയ്യപ്പെടില്ല. മനസ്സിലായോ? എമർജൻസി എന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. എമർജൻസി ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ മൗലികാവകാശങ്ങൾ ഏത് പാർട്ടിലാണ്? പാർട്ട് 3 വരുന്നത്, അല്ലെ? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത്. പക്ഷേ എന്താണ്, ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, രാഷ്ട്രപതി അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ 2 ആർട്ടിക്കിൾ ഒഴികെ ബാക്കി എല്ലാ ആർട്ടിക്കിളുകളും റദ്ദ് ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? അപ്പൊ അതാണ്. അങ്ങനെയുള്ള അധികാരം ആർക്കാണുള്ളത്? രാഷ്ട്രപതിക്കാണുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എത്ര തരം എമർജൻസി ആണ് ഇന്ത്യയിലുള്ളത്? അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര തരം എമർജൻസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്? എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് കമന്റ് ചെയ്തേക്കണേ. എത്ര എമർജൻസി ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത്? അടിയന്തരാവസ്ഥ എത്ര തരത്തിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ ഇവിടെ ഉത്തരം കിട്ടിയില്ലേ? രാഷ്ട്രപതിക്കാണ് റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞേ ഉള്ളൂ, ഏതാണ്? മൗലിക അവകാശങ്ങൾ, അല്ലെ? പാർട്ട് 3 മൗലിക അവകാശങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞു ഏതാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇനി ഇന്ത്യയിലെ പ്രദേശങ്ങൾ അത് ഏതിലാണ്? പാർട്ട് 1 ആണ്. പാർട്ട് 1 എന്ന് പറയുമ്പോ ആർട്ടിക്കിൾ 1 to 4 ആണ് പറയുന്നത്. പൗരത്വം പാർട്ട് 2 പറയുന്നത്. ആർട്ടിക്കിൾ 5 to 11, അല്ലെ? DPSP നിർദ്ദേശക തത്വങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ പാർട്ട് 4, അല്ലെ? ഏതാണ്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് പറയുന്നത്. അവസാനം എന്നല്ല, പാർട്ട് 4A ഏതാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അല്ലെ? മൗലിക കടമകൾ. അതേതാണ്? പാർട്ട് 4A. അമെൻഡ് ചെയ്തതാണത്, അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല, പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തതാണ്. പാർട്ട് 4A പറയുന്നത്. 51A ആണ് അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതെല്ലാം പഠിക്കാനുള്ളതാണ്. എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? അതായത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടു കഴിഞ്ഞിട്ട് അതൊരു ഡിസംബർ 6-ാം തീയതി 1946 ഡിസംബർ 6-ന് രൂപം കൊണ്ടു. അങ്ങനെ ഡിസംബർ 9-ന് ആദ്യ സമ്മേളനം നടന്നു. ആദ്യ സമ്മേളനത്തിൽ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഡിസംബർ 11-ന് രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. അപ്പൊ അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത് എന്നാണ്? 1946 ഡിസംബർ 11-നാണ് രാജേന്ദ്ര പ്രസാദിനെ ആരായിട്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായിരുന്നു. താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ഓക്കെ.
ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, അടുത്തത് മതേതര രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയുടെ അടിസ്ഥാന തത്വം എന്താണ്? ഒരു മതത്തിന് വേണ്ടി മാത്രം, മതമില്ലാത്ത അവസ്ഥ, എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനം, മതവിരുദ്ധത. എന്താണ്? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് അല്ലെ? ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ടൊരു മതമൊന്നുമില്ല. ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ടൊരു മതമൊന്നുമില്ല. അപ്പൊ എന്താണ് മതേതര രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനം. എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. ഒരുപാട് മതങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലെ? അപ്പൊ അതില് എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനം എന്നാണ്. ഒരു മതത്തിന് വേണ്ടി മാത്രമല്ല, മതമില്ലാത്ത അവസ്ഥയല്ല അല്ലെ? മതമില്ലാത്ത അവസ്ഥ എന്നില്ല, പിന്നെ മതവിരുദ്ധതയില്ല. എന്താണ്? എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനം. അടുത്തത് നോക്കിയേ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. ലോക്സഭ സമ്മേളിക്കാറുണ്ട്, രാജ്യസഭയും സമ്മേളിക്കാറുണ്ട്. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ് അല്ലെ? ലോക്സഭാ സ്പീക്കർ. പുതിയ സ്പീക്കർ ആരാണ്? ഓം ബിർള അല്ലെ? അത് കറണ്ട് അഫയർ ചേർത്ത് പഠിക്കേണ്ടതാണ്. രണ്ടാമതും സ്പീക്കറായി വന്നത് ഓം ബിർളയാണ്. ഓം ബിർളയുടെ നിയോജക മണ്ഡലം ഏതാണ്? കോട്ട. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അപ്പൊ ഓം ബിർള ആരാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോവാം, ചിലപ്പോ അതൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് അല്ലെ? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തില് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചില സമയത്ത് സംയുക്ത സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ച് കൂടിച്ചേരാറുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂടിച്ചേരുമ്പോൾ ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്? ഈ ഒരുമിച്ച് കൂടിച്ചേരുന്ന സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് പറയാ ഇന്ന് സംയുക്ത സമ്മേളനം ഉണ്ട്, ലോക്സഭയിൽ എല്ലാവരും രാജ്യസഭയിൽ എല്ലാവരും വരണം എന്നൊക്കെ പറയുന്നത്. വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷേ വിളിച്ചു ചേർത്ത ഈ സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സ്പീക്കറാണ്. ആരാണ്? സ്പീക്കറാണ്. ലോക്സഭ സ്പീക്കറാണ് ഇതിന് അധ്യക്ഷത വഹിക്കുന്നത്. മനസ്സിലായോ? ഉപരാഷ്ട്രപതി ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷനാണ്. ഓക്കെ, രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. പക്ഷെ സംയുക്ത സമ്മേളനത്തില് ഇങ്ങനെ വിളിച്ചു ചേർത്ത സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. ഓക്കെ, ലോക്സഭ സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലിയർ? അടുത്ത ചോദ്യം, ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? അപ്പോ ഞാൻ നേരത്തെ ഒരെണ്ണം ചോദിച്ചിരുന്നു, എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയുണ്ട് എന്ന്. അപ്പോ ആ അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ആർട്ടിക്കിളുകളുണ്ട് അല്ലെ? അപ്പോ അടിയന്തരാവസ്ഥ ഇവിടെ ചോദിച്ചത് സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ്. അപ്പൊ അതല്ലാതെയും അടിയന്തരാവസ്ഥകളുണ്ട്, അതാണ് ഞാൻ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 360 ആണ്. അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ട് 356 പ്രഖ്യാപിക്കുക എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? 356 പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളില് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുക. അപ്പൊ അതൊക്കെ ഈ ആർട്ടിക്കിളുകളൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 356 360 ഒക്കെ പിന്നെ ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞേക്കണത്. അപ്പൊ ആർട്ടിക്കിൾ 360 എന്തുമായി ബന്ധപ്പെട്ടതാണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. പക്ഷെ ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലാത്തൊരു അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെക്കാം. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഈ ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അല്ലെ? പല കാര്യങ്ങളും നമ്മൾ ബോറോ ചെയ്ത കാര്യം ഏതാ ഞാൻ പറഞ്ഞ? പൗരത്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ ഓരോ കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഓരോ ഫീച്ചേഴ്സും നമ്മൾ ഓരോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, ഓരോ രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ബോറോ ചെയ്തതാണ്. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ആ ഒരു ഐഡിയ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലെ? അപ്പോ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വാക്കാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ, ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക്. അപ്പോൾ വളരെ ഡെപ്തിലേക്കൊന്നും നമ്മൾ പഠിച്ചു പോകണ്ട, പക്ഷെ കറണ്ട് അഫെയർ ചേർത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമല്ലേ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരാൻ സാധ്യതയുണ്ട്, പുതിയ മന്ത്രിമാരുടെ പേരും ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കാറുള്ളത്. പക്ഷെ ഇത് മാത്രമല്ല, സയൻസ് ഒക്കെ നല്ല പോലെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സയൻസിന്റെ കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കണം. അപ്പൊ ഇനിയുള്ള ദിവസം എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതല്ല, കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പഠിക്കുക, സിലബസിൽ വന്ന മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പുതിയ ബാച്ച് 45 ഡേയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു പരീക്ഷ എഴുതി നോക്കിയാലാണ് നമ്മുടെ പഠന നിലവാരം അറിയാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? എത്രത്തോളം പഠിച്ചെത്തി, ഇനി ഏതൊക്കെ ഭാഗങ്ങൾ നോക്കണം. അപ്പൊ അങ്ങനെയൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു മോക്ക് ടെസ്റ്റ് എഴുതണം. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ജൂലൈ 16 മുതൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, ലിങ്ക് ഉണ്ടാവും രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും എന്തൊക്കെയാണ് ഈ ഒരു എക്സാം എഴുതുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ ആ ലിങ്കിലൊക്കെ ഒന്ന് കയറി രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും പഠിച്ച് സമയം കളയാതെ കൃത്യമായി ടൈം ടേബിൾ അനുസരിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ 45 ഡേ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബാങ്ക് പരീക്ഷകളും, അതായത് പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്